So hey guys, welcome back to Minecraft. അങ്ങനെ കുറേ നാൾക്ക് ശേഷം വീണ്ടും ക്യൂഫേസ് മുമ്പിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. നിൽക്കുന്ന നിൽപ്പ് കണ്ടോ, എത്ര നാളെടുത്ത് പണിഞ്ഞതാണെന്ന് വല്ല ഓർമ്മയുണ്ടോ? സോ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കുറച്ചേറെ കാര്യം പറയാനുമുണ്ട്, കുറച്ചേറെ കാര്യം കാണിച്ചു തരാനുണ്ട്. മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇത്ര നാൾ വീഡിയോ എടുത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് മടിയായിരുന്നു. ആൻഡ് ഓൾസോ വീഡിയോ ഇടാനായിരുന്നു മടി. പക്ഷേ ഈ സെർവറിൽ നിന്ന് മൊത്തം ഗ്രൈൻഡ് ചെയ്തായിരുന്നു. സെർവറിൽ ഗ്രൈൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ സെക്കൻഡ് ബേസ്, ഞാൻ കഴിഞ്ഞ അടുത്ത എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമ്മുടെ സെക്കൻഡ് ബേസിലായിരുന്നു പണി. പിന്നെ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വെച്ചാൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കല്ലേ. പിന്നെ കഴിഞ്ഞ അടുത്ത എപ്പിസോഡിൽ നമ്മൾ തന്നെ ഇങ്ങനത്തെ ഒരു അയൺ ഫാം ആയിരുന്നു സെറ്റാക്കിയത്. സോ ഈ അയൺ ഫാം വർക്കാണെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ വർക്കൊക്കെ ആകുന്നുണ്ട്. പിന്നെ ഞാൻ ഈ അയൺ ഫാം പണിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് അധികം വന്ന് ഏപ്പിക്കാൻ നിൽക്കാറില്ല. കാരണം നമ്മുടെ സെക്കൻഡ് ബേസിൻ്റെ പണി ആയതുകൊണ്ട് ഞാൻ അവിടെ പോയായിരുന്നു മൊത്തം നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം വേണ്ടി വരുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് ഇതിനകത്തൊന്നും അയൺ ഇല്ലാത്തതാണ്. മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബേസിൽ ഞാൻ ചെറിയ മാറ്റമൊക്കെ നടത്തിയിട്ടുണ്ട്. അതായത് മേലിൽ ഇങ്ങോട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയ ട്രേഡിംഗ് ഹാൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. സോ ഇത്ര ഓപ്പണിയൊക്കെ വെക്കേണ്ട വലിയ ആവശ്യമുണ്ടെന്നാണ് ഞാൻ നോക്കുന്നത്. കാരണം ആരെങ്കിലും വന്ന് ഗ്രീഫാക്കിയേ പോകത്തുള്ളൂ. സോ പിന്നെ അത്യാവശ്യം നല്ല ഇതൊക്കെ ഉണ്ട്, ഡെഫിഷ്യൻസിയും മിൻറ്റിങ്ങും പിന്നെ നമ്മുടെ പ്രൊട്ടക്ഷൻ ഫോറും പിന്നെ നമ്മുടെ അൺബ്രേക്കിംഗ് ഒക്കെ മൊത്തം നഷ്ടത്തിലാണ് ഇവർ തരുന്നത്. എന്നാലും ഇതൊക്കെ അല്ലേ ഉള്ളൂ, അത് വെച്ച് അങ്ങ് വാങ്ങി ഞാൻ നോക്കിയൊന്നുമില്ല. സോ ഇനി അടുത്താണ് കാര്യം നമ്മുടെ സെക്കൻഡ് ബേസ്. സോ സെക്കൻഡ് ബേസ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. സോ നമുക്ക് സെക്കൻഡ് ബേസിലേക്ക് പോവാം. വി ആർ റീച്ച്ഡ്. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബേസ്. സോ ഇവിടെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ബേസിൻ്റെ എൻട്രൻസിലേക്ക് വരുന്നത്. കണ്ടോ, നിൽക്കുന്ന നിൽപ്പ് കണ്ടോ. ഇവിടുന്ന് ചെറിയ വഴിയൊക്കെ അങ്ങോട്ട് വെട്ടിയിട്ടുണ്ട്, അതൊക്കെ കാണിക്കാം. സോ മെയിൻലി സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ ഇവിടെ ആയിട്ട് ഒരു ഇതുണ്ട്, ഷുഗർ കെയിൻ ഫാം. ഇത് ഞാൻ പണിഞ്ഞാണ്. സോ ഇത് എഫിഷ്യൻ്റ് ആണോ വെച്ചാൽ അത്യാവശ്യം എഫിഷ്യൻ്റൊക്കെയാണ്. ഞാൻ ചുമ്മാ തട്ടിക്കൂട്ടി പണിഞ്ഞാണ്. പിന്നെ ഞാൻ കുറേയൊക്കെ അടുത്ത് വിറ്റു, അതുകൊണ്ടാണ് അത് കുറവായിട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നൊരു ബ്രീഡർ സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ അത് വില്ലേജർ ഇല്ല, കാരണം നമുക്ക് വില്ലേജർ ഒന്ന് സെറ്റ് ആക്കണം, അതാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നെതർവാർഡ്സിൻ്റെ ഒരു ചെറിയൊരു ഫാം ഞാൻ തട്ടിക്കൂട്ടിയിട്ടുണ്ട്. ഇതെന്നത്ര വെച്ചാൽ ചുമ്മാ എടുത്ത് അങ്ങ് സെല്ലാക്കാൻ വേണ്ടിയല്ല, വേറെ കാര്യമൊന്നുമില്ല. സോ ചുമ്മാ കിട്ടിയപ്പോൾ അങ്ങ് ഇതൊന്ന് ഫില്ലാക്കാൻ വേണ്ടി നട്ടുന്നേ ഉള്ളൂ. പിന്നെയാണ് മെയിൻ കാര്യം നമ്മുടെ സ്റ്റോറേജിൻ്റെ സ്ഥലം. സോ ഇത് നമ്മുടെ ഒരു സ്റ്റോറേജാണ്, ആകെയുള്ള സ്റ്റോറേജ് ഇതാണ്, വേറെ കാര്യം. പിന്നെ ഇങ്ങോട്ട് വന്നാൽ വേറൊരു ട്രീ ഫാം. ഈ ട്രീ ഫാമിൻ്റെ അകത്തേക്ക് ഇപ്പം പോകാൻ പറ്റത്തില്ല, കാരണം ഇതെല്ലാം വെട്ടിമുറിക്കണം, എന്നാലേ ഇതിൻ്റെ അകത്തേക്കൊക്കെ പോയി ഫുള്ള് കാണിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ അടുത്ത ഞാൻ ഒരു ഫാമാണ് പണിഞ്ഞേക്കുന്നത്, ഒരു വൂൾ ഫാം. സോ ഇവിടെ ഒരു ഷീപ്പ് ഉണ്ടായിരുന്നില്ല, അതിനെന്തോ കാണാതെ പോയി, കാരണം എന്തോ സെർവറിൻ്റെ അകത്ത് മോബ് ലിമിറ്റും കൊണ്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെയും കൊണ്ടാണ്. സോ അങ്ങനെ അത് കാണുന്നില്ല. പിന്നെ അത്യാവശ്യം നല്ല എഫിഷ്യൻ്റായിട്ട് വർക്കാവുന്നതാണ്. ഞാൻ ഏകദേശം ഒരു 2-3 ദിവസമേ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളൂ, AFK പോലും നിന്നിട്ടില്ല, അതിനുള്ളിൽ അത്ര തന്നെയായി. അതുകൊണ്ട് ഇത് അത്യാവശ്യം നല്ല എഫിഷ്യൻ്റാണ്. നിങ്ങൾ കഴിഞ്ഞ അടുത്ത ലെസ് പ്ലേ കണ്ടവർക്ക് അറിയാം എത്രമാത്രം എഫിഷ്യൻ്റാണ്. പിന്നെ ഉള്ളതാണ് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ട്രീ ഫാം തട്ടിക്കൂട്ടിയിട്ടുണ്ട്. സോ ഇത് ഫുള്ളി ഫിനിഷ്ഡ് അല്ല, സോ ഒരു 90% ഫിനിഷാണ്. ഞാനിവിടെ TNT ഡൂപ്പറൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കാൻ വേണ്ടിയായിരുന്നു ഇരുന്നത്. അതുകൊണ്ട് ഇവിടെ TNT ഡൂപ്പറിൻ്റെ സാധനമൊക്കെ സെറ്റപ്പ് ആക്കി. പക്ഷെ എന്തോ ഒരു കാരണം വെച്ചാൽ ഈ സെർവറിൻ്റെ അകത്ത് TNT ഡൂപ്പിങ് വർക്കാകത്തില്ല, അത് മിക്കവാറും ഓഫാക്കി ഇടുന്നതായിരിക്കും. അതുകൊണ്ട് ഇത് നമുക്ക് വേറെ രീതിയിലേക്ക് മാറ്റണം. അതും ഇന്നത്തെ എപ്പിസോഡിലൊരു പരിപാടിയാണ്. സോ അതൊക്കെ നമുക്ക് ചെയ്യാം. സോ പിന്നെ കൊണ്ടൊരു ചെറിയ വരി വെട്ടി വെച്ചിട്ടുണ്ട്. സോ ഇതിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ ഒരു ലാഡറിൻ്റെ അടുത്ത് എത്തും. സോ അവിടെ നിന്ന് നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് ഒരു സ്കെൽട്ടൺ സ്പോണറിലേക്കാണ്. ഇവിടെ നിന്ന് ഓരോ സ്കെൽട്ടൺ ഇങ്ങനെ വരും, ഓരോന്നിനും വിളിച്ച് തല്ലിക്കൊല്ലും. പക്ഷേ ഇത് അത്ര നല്ല എഫിഷ്യൻ്റ് ഒന്നുമല്ല, കാരണം ഈ സെർവർ ഏതാണ്ട് ഈസി മോഡിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇത് അത്യാവശ്യം നല്ല എഫിഷ്യൻ്റായിട്ട് വർക്കാകത്തില്ല, അതൊരു ചെറിയ ഇഷ്യൂ ആണ്. പക്ഷേ വിഷയമില്ല. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളിതാണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു റെവീനും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഈ റിവ്യൂന്ന് നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ വലിയ കേവൊക്കെ ഉണ്ട്. പിന്നെ ഏതാണ്ട് ഇതിൻ്റെ അകത്ത് നമ്മളൊരു സോംബിഫൈഡ് വില്ലേജറെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ ക്യൂർ ചെയ്ത് വില്ലേജറാക്കാൻ വേണ്ടി. കാരണം എൻ്റെ കയ്യിൽ 2 വില്ലേജർ ഉണ്ടായിരുന്നു, അത് എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. ഇനി ഒരു വില്ലേജറെ അവിടെ കണ്ടുപിടിക്കുകയും വേണം. ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഈ ഒരു ഭാഗം ഉണ്ട്, ഇത്ര ഹൈറ്റ്, ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റോൺ ഇങ്ങനെ നിരന്ന് കിടന്നതാണ് ഇങ്ങനെ. അതേപോലെ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ നിരന്ന് കിടന്നതാണ്. പിന്നെ ഈ സെൻട്രി വന്നപ്പം മാത്രം കുറച്ചിങ്ങനെ താന്ന് കിടന്നു. ഇത് മൊത്തം ഞാൻ ബ്ലോക്കെല്ലാം പൊട്ടിച്ച് മാറ്റി എല്ലാം സെറ്റാക്കി അങ്ങനെ ഇത്ര നിരപ്പാക്കിയതാണ്. ഓക്കെ, ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. നെതറൈറ്റ് മൈനിങ്ങിന് നേരെ RTP അടിച്ചൊരു ഓവർവേൾഡിലേക്ക് പോകണം, കാരണം നെതറിലേക്ക് പോയിട്ട് കാര്യമില്ല. ഏതാണ്ട് നെതറിൽ പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഓവർവേൾഡ് നല്ല അകലെയുള്ള സ്ഥലത്ത് പോയിട്ട് വേണം ഒരു എൻട്രി പോർട്ടലിൽ പണിയാൻ. സോ ഇത് ഒരു മിനിറ്റ്, ഇതെന്തോന്ന് ഇങ്ങനെ ഇരിക്കുന്നത്? ഇവിടെ ഇതൊരു ഐലൻഡാ, അടിപൊളി, ഇതൊരു ഐലൻഡാണ്. സോ ഇത് അതിൻ്റെ കോർഡിനേറ്റ് വേണമെങ്കിൽ എഴുതി എടുത്തോ. സോ ആരെങ്കിലും വരുന്നുണ്ട്, ഇവിടെയൊക്കെ വന്ന് ബേസ് പണിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ഥലമാണ് കണ്ടിട്ടെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത RTP ഇടിച്ച് വന്നിട്ടുണ്ട്. വേണ്ട അവിടെ ആയിട്ട് ഒരു വില്ലേജർ ഔട്ട് പോസ്റ്റ് ഇരിക്കുന്നുണ്ട്. എൻ്റെ തൈലും കാണുമോ?
ആ കാണുവാണെങ്കിൽ നമുക്ക് തന്നെ നമ്മൾ അതിന് വേണ്ടി അല്ലല്ലോ വന്നത്. സോ വേണ്ട ഇങ്ങോട്ട് വരാനുള്ള കോർഡിനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർ ഇങ്ങോട്ട് വരിക, കൊല്ലുക, ടോട്ട് എടുക്കുക. സോ ഇതൊന്ന് കത്തിക്കട്ടെ. ഓക്കെ, സോ കത്തിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇനി നേരെ കയറിപ്പോയാൽ നല്ല സ്ഥലത്ത് എത്തിക്കണേ. മൂഞ്ചിയ സ്ഥലത്ത് എത്തിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. എനിക്ക് വേണ്ട സ്ഥലത്ത് തന്നെയാണ് വന്നേക്കുന്നത്. ബട്ട് ഇത് കുറച്ച് ഹൈറ്റ് കൂടിപ്പോയോ എന്ന് ചെറിയ ഡൗട്ടുണ്ട്. ഇതെന്തുവാ ഫയർവോളൊക്കെ ചുമ്മാ പോകുന്നത്? ആ സൈഡ് ഭയങ്കര ഹൈറ്റാണ്, അതുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് കുറച്ച് മാറിപ്പോവാണ്. കാരണം അവിടെ താഴെ മൊത്തം ലാവയാണ്, നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അതൊരു പ്രശ്നമാണ്. സോ അതുകൊണ്ടൊന്ന് മാറിപ്പോകാൻ വേണ്ടിയാണ് നോക്കുന്നത്. ഹോട്ട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, അടിപൊളി ഒരു അച്ചീവ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നൈസ്. എന്തോരം നേരമാണെന്നറിയാം ഇതിനകത്ത് ഈ നെതറൈറ്റ് ഒപ്പിക്കുന്നത്. എത്ര ബെഡ് പൊടിച്ചിട്ടാണെന്നറിയോ? ഒറ്റ ആദ്യത്തെ നെതറൈറ്റാണ് ഫസ്റ്റ് മൈനിങ്ങിന് പോയിട്ട് കിട്ടുന്നത്. 10-40 ബെഡ് പൊട്ടിച്ചു. എന്നിട്ട് ഇപ്പോഴാണ് പണ്ടാരങ്ങുന്ന ഫസ്റ്റ് ഇത് കിട്ടുന്നത് നെതറൈറ്റ്. ഞാൻ നെതറൈറ്റ് മൈനിങ് നടത്തി, കാരണം കുറേ നേരം മൈൻ ചെയ്തിട്ട് എനിക്ക് ആകെ 4 കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഈ മഴ അങ്ങ് മുറിച്ചിടാം. കാരണം കുറച്ച് മരത്തിൻ്റെ ആവശ്യമുണ്ട് നമ്മുടെ ഫാമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. ഓക്കെ, ആവശ്യത്തിനുള്ള വുഡായിട്ട് അതെന്തോ ഒരു പരിപാടി. അതെന്തെങ്കിലും ആകട്ടെ. സോ ഇനി നമുക്ക് എന്നായിരുന്നു ചെയ്യാൻ വേണ്ടി ഞാൻ എന്തിനായിരുന്നു നമ്മുടെ ഇത് ഫാമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. സോ അതാണ് അടുത്ത പണി. ഇനി ഈ ഫാം നമ്മൾ കംപ്ലീറ്റ് ആക്കണം. മറ്റേ കൂട്ടി TNT ടൂപ്പർ വെച്ച് വർക്കാക്കത്തില്ല. അതുകൊണ്ടാണ് ഇനി നമ്മൾ തന്നെ മൈൻ ചെയ്യുന്നൊരു സെറ്റപ്പിൽ ഇത് മാറ്റണം. അതാണ് ഇനി അടുത്ത പരിപാടി. എന്തായാലും നിങ്ങളൊരു കാര്യം ഇതിനകത്ത് വേറെ ചെയ്യാൻ വ്യത്യാസമുണ്ട്. ഇതങ്ങ് മുറിച്ചോട്ടെ. സോ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ടൈം ലാപ്സ് ഇനി നിങ്ങൾ കണ്ടിട്ട് വാ. ഫാമിൻ്റെ പണി പാതി കഴിഞ്ഞപ്പോഴാണ് റെസ്റ്റോൺ ഇല്ല. റെസ്റ്റോൺ തീർന്നുകൊണ്ട് റെസ്റ്റോൺ തപ്പി ഇറങ്ങിയതാണ്. അതേണ്ട നിൽക്കുന്നത് റെസ്റ്റോൺ നിൽപ്പ് കണ്ടോ? നിന്നെ ഇപ്പം ഞാൻ കൊണ്ടുവരാൻ വരിക മോനെ. നിൽക്കാം കേട്ടോ. ഈ വരിയോടെയും കൊണ്ട് പോയൊരു അതേണ്ട ഈ വരിയോടെ പോയൊരു വലിയ കേവ് എത്തും. ഒരു വലിയ കേവാണ്. അതുകൊണ്ട് ഇത്രയും വലിയൊരു കേവാണ്. സോ ഇതിൽ നിന്നാണ് ഞാൻ കുറേ ഡയമണ്ടൊക്കെ ഒപ്പിച്ചത്. ഈ റെസ്റ്റോൺ നമുക്ക് മൊത്തം കളക്റ്റിയായിട്ട് കാണാം. റെസ്റ്റോണാണ് നമുക്ക് മെയിൻ കാര്യം. ഒരു സ്റ്റാക്ക് റെസ്റ്റോൺ കൊണ്ടുപോയേക്കല്ലേ. ഇതെന്ത് ഇവിടെ മാഗ്മ ബ്ലോക്ക് ഇതെന്ത് കടലോ? നമ്മൾ ഏതോ ഒരു അന്തർജലത്തിലെത്തിയിരിക്കുന്നു. വാവ്, നൈസ്. ലാവൊക്കെ ഒഴുകുന്നുണ്ട്. ഡയമണ്ട് അടിപൊളി, 2 ഡയമണ്ട്. പക്ഷേ അത് നമുക്ക് ഇപ്പം ആവശ്യമില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കേവിൻ്റെ ഫുള്ള് വ്യൂ കാണാം കേട്ടോ. പക്ഷേ 2 ഡിസ്റ്റൻസും കൂടെ കുറച്ച് കൂട്ടിയിടണം. ബട്ട് കൂട്ടിയിടാൻ പോയാൽ പിന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ എൻ്റെ അടുത്ത ഡയമണ്ട് സൂം ചെയ്യുന്ന സ്ഥലത്ത് മൊത്തം ഡയമണ്ട്. എനിക്ക് വയ്യ. അവിടെ അടുത്ത ഡയമണ്ട്. എൻ്റെ പൊന്നോ, ഇജാതിലൊക്കെ നോക്കി പോകുമ്പോൾ ഒരു കോപ്പും കാണത്തില്ല. ഓക്കെ, ഞാൻ ആവശ്യമായിട്ടുള്ള റെസ്റ്റോറെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിങ്ങനെ നിരത്തി വെച്ചിട്ടൊന്ന് ഫോർച്യൂണും കൂടെ ചെയ്താൽ മതി. ഓക്കെ, 5 സ്റ്റാക്ക് അടുപ്പിച്ച് റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് മതിയാവുമായിരിക്കും, ധാരാളമാണ്. ഇനി അടുത്ത വാക്ക് നമുക്ക് പണിയാൻ തുടങ്ങാം. ഇതെന്തോന്ന് വർക്ക് ഇൻ പ്രോഗ്രസ് ഡൂവോ? ഇത് ഞാൻ തന്നെ എഴുതിയതാണ്. ആർക്കും വേണ്ടി അത് എനിക്കറിയത്തില്ല, ചുമ്മാ എഴുതി വെച്ചേക്കുന്നതാണ്. സോ ഇനി അടുത്ത ടൈം ലാപ്സ്.
ഓ ഞാൻ റെക്കോർഡ് ഇപ്പോഴാണ് സ്റ്റാർട്ടാക്കിയ ശേ. സോ ഇപ്പോൾ ഒരു മറ്റേ ആ സാധനത്തിൻ്റെ പേര് ഈ വിച്ച് വന്നു. വിച്ച് വന്നിട്ട് ഇവനോട്ട് മറ്റേ വീക്ക്നെസ്സിൻ്റെ പോഷ് എറിഞ്ഞു. അതായത് എനിക്കിട്ട് എറിഞ്ഞാണ്, പക്ഷെ അത് അവനാണ് കൊണ്ടത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു ഗോൾഡൻ ആപ്പിളും വാങ്ങിച്ച് അവന് തിന്നാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ആദ്യം ഒരു വില്ലേജറെ നമ്മുടെ ബേസിലേക്ക് സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇത് ഇന്ന് തന്നെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് കറക്റ്റായിട്ട് ആ വീക്ക്നെസ്സിൻ്റെ പോഷ് എറിഞ്ഞു. നൈസ്. സോ ഇനി നമുക്ക് ഇവന്മാരെ മേളിലേക്ക് കൊണ്ടുപോകണം. അതൊരു ചെറിയ പണിയാണ്. ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ കൊണ്ടുപോയാൽ മതിയാവുമായിരിക്കും, അവനെ മേളിലേക്ക് എത്തിക്കാൻ. വേറെ പ്രശ്നം ഉണ്ടാകത്തില്ലായിരിക്കും. ബാബാ ഇങ്ങോട്ട് പോയി ശ്വാസം മുട്ടിച്ചാ. ഓ അവിടെ കുടുങ്ങി. ശ്വാസം മുട്ടിച്ചാകത്തൊന്നുമില്ലായിരിക്കും. അതെങ്ങനെ അവൻ ബോട്ടിൽ നിന്ന് ഇറങ്ങിയേ? ഇവന്മാർക്ക് ബോട്ടിൽ നിന്ന് ഇറക്കാൻ അറിയാമോ? ബാബാ ഇവിടെ ബോട്ടിൽ കയറി. അങ്ങനെ നല്ല കുട്ടി. സോ ഇവനെ വെള്ളത്തിലൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇവൻ്റെ ബ്ലോക്ക് വെച്ച് ഇവനെ മേളിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ താരേക്ക് പോകും. ഓക്കെ, ഇത്രയും മേളിലേക്ക് എത്തിയിട്ട് സോംബി ഡോട്ടർ എന്ന അച്ചീവ്മെൻറ്റും പൊട്ടിച്ചിട്ടുണ്ട്. സോ നൈസ്. സോ ഇനി ഇതിനെ എങ്ങനെയാലും അതിൻ്റെ മേളിലേക്ക് കൊണ്ടുപോകണം. ബാബാ ഓക്കെ അവൻ താഴെ ലാൻഡായോ? ലാൻഡായി. സോ ഇനി ഇതിനെ നമ്മുടെ ബ്രീഡറിലേക്ക് കയറ്റണം. അതും ഒരു ചെറിയ പരിപാടിയാണ്. കുറച്ച് ബ്ലോക്ക് ഇവിടെ നിന്ന് മാറ്റട്ടെ, കുറച്ചും കൂടെ മാറ്റട്ടെ. സോ ഇനി ഇതിനെ മേളിലേക്ക് കയറ്റാൻ പറ്റുമായിരിക്കും എന്നാണ് തോന്നുന്നത്, ആർക്കറിയാം. സോ ഇങ്ങോട്ട് പോയി. ഓക്കെ, ലീഡ് കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി നീങ്ങുക. പണ്ടൊക്കെ ഇവൻ്റെ തല കാണുമ്പോൾ തലയ്ക്ക് വട്ട് കയറും. പക്ഷെ ഇപ്പം നീ എങ്ങനെയല്ലല്ലോ. ഇപ്പം നീയാണ് റെയർ സാധനമൊക്കെ ആയത് ഇപ്പോഴാണ് നിന്നെ. സോ ഇങ്ങോട്ട് കയറി പയ്യെ കയറി വന്നാൽ മതി, പയ്യെ. ഓക്കെ, ഇതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അവൻ ജോലി എടുക്കുമായിരിക്കും. സോ ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക്. പയ്യെ ഇവിടെ നിന്ന് തുറന്നിറങ്ങി വരാം. തന്നെ വരല്. ഓക്കെ, അങ്ങനെ ഒരു വില്ലേജറിനെ ബ്രീഡറിലേക്ക് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ഒരു വില്ലേജറേയും കൂടെ സെറ്റാക്കണം. അത് പയ്യെ ആയിക്കോളും, വേറെ വിഷയമൊന്നുമില്ല. ഓപ്ഷനിൽ ഞാൻ കുറച്ച് സാധനം വെച്ചിട്ടുണ്ട്, അത് വിറ്റ് പോയോ? ഇതിലെത്ര ഇലക്ട്രിക്കോ? 1.7 മില്യണോ അല്ലേ? 1.7 മില്യണോ? വാട്ട് ദ ഫക്ക്? അയ്യോ, എൻ്റെ ഒരു ഇലക്ട്ര കാണാതെ പോയതല്ല. നൈസ്. ഇതെന്തായാലും ഇതിന് വാങ്ങിച്ച എന്തായാലും ലാഭം കേട്ടോ, 1.7 മില്യണ്. കാരണം ബാക്കിയുള്ളവർ 6, 2, 3, 4 മില്യണിനൊക്കെ വിൽക്കുന്നത് കാണും. ഇപ്പോൾ റെയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും കറക്റ്റ് സമയത്തിന് ഇലക്ട്ര കിട്ടി, അടിപൊളി. സോ കറക്റ്റ് കാശും ഉണ്ടായിരുന്നു അതിനുള്ള. എന്തായാലും നന്നായി. സോ ഫൈനലി ഇലക്ട്ര കിട്ടി. ഞാൻ ഇവിടെ നിന്ന് കുറച്ച് എമറാൾഡ് സെറ്റാക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഇവൻ്റെ കയ്യിൽ നിന്ന് ഒരു അൺബ്രേക്കിങ്ങിൻ്റെ ബുക്കും വാങ്ങണം, പിന്നെ ഒരു മെൻറ്റിങ്ങിൻ്റെ ബുക്കും വേണം ഇലക്ട്ര ഇടാൻ, അല്ല പെട്ടെന്ന് പൊട്ടിപ്പോൾ അറിയാലോ. സോ കഴിഞ്ഞ അവിടുത്തെ നമ്മുടെ പണ്ടത്തെ ഇലക്ട്രയ്ക്കകത്താകെ ഞാൻ മെൻറ്റിങ് മാത്രമേ ചേർത്തിട്ടുള്ളായിരുന്നു. സോ ഇനി ഈ മെൻറ്റിങ്ങും കൂടെ എടുക്കട്ടെ. കുറച്ച് SP കുറവും കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ കൗസ് പോണറിൻ്റെ അകത്ത് കുറച്ച് മീറ്റ് വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. അത് വിറ്റ SP കിട്ടുന്നതാണ്. ഇതാകെ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നതാകെ കുറച്ച് SP കിട്ടാൻ വേണ്ടി മാത്രമേ ഇത് ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ഇത് ചുമ്മാ അങ്ങ് സെല്ല് ചെയ്യാറുണ്ട്. ഇപ്പം തന്നെ 40 SP കിട്ടി. ഞാൻ ബ്രേക്കിംഗ് 3 മെൻറ്റിങ് ഇലക്ട്രയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി ഇത് സൂക്ഷിച്ച് നമ്മുടെ എൻട്രി ചെസ്റ്റിലേക്ക് വെച്ചേക്കാം. സോ ഇതിൻ്റെ അതിരുന്നോട്ടെ. സോ അങ്ങനെ ഫൈനലി ഇലക്ട്ര കിട്ടി. പിന്നെ നിങ്ങളെ മറ്റേ ഇത് കാണിച്ചില്ല എന്നല്ലേ, ഞങ്ങളുടെ ഒരു വുഡ് ഫാം. സോ വുഡ് ഫാമും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. അതായത് ഇതാണ് നമ്മളെ വുഡ് ഫാം. ഞാൻ മൊത്തം ഒന്ന് ഫിനിഷിങ് ആക്കി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. സോ ഇവിടുന്ന് നേരെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വുഡ് മൈൻ ചെയ്യാനുള്ള സ്ഥലത്തെത്തും. സോ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് വുഡ് മൈൻ ചെയ്ത് തീർക്കണം, എന്നാലേ വർക്കാകത്തുള്ളൂ. ഓക്കെ, ഇതും കൂടെ ഒന്ന് പൊട്ടിക്കട്ടെ. സോ ഇപ്പം നമുക്ക് ഇതും കൂടെ കളക്ട് ചെയ്ത് കഴിഞ്ഞാലോ ഓൾ അറൗണ്ട് 4 സ്റ്റാക്കിന് അടുപ്പിച്ച് വുഡ് കിട്ടും. സോ അതും കൂടെ വെട്ടിക്കഴിഞ്ഞാൽ 4 സ്റ്റാക്ക് കിട്ടും. ഇനി ഇത് നമ്മൾ റീസെറ്റാക്കി ഓൺ ആക്കണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യണം. സോ അതെന്നാ ചെയ്യേണ്ടത് ഞാൻ മറന്നുപോയി. സോ ഇനി ഇത് വർക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ വുഡ് അങ്ങ് മുറിക്കണം. അപ്പോൾ ഇതിങ്ങോട്ട് പുഷ് ചെയ്യും. എന്നിട്ട് ഈ വുഡും കൂടെ അങ്ങ് മൈൻ ചെയ്തെടുക്കുക. സോ ഇതും കൂടെ ഫുള്ള് മൈൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് 4 സ്റ്റാക്ക് വുഡ് കിട്ടും. സോ ഇനി നമുക്കിത് റീസെറ്റാക്കി വർക്കാകുന്ന നമ്മുടെ മുന്നിലേക്ക് വേണം. അവിടെ വന്നിട്ട് ഇത് 2 അടിച്ച് നോക്കട്ടെ, തന്നെ തുറന്നിരിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ ബോൺവീൽ എടുത്തില്ല, ബോൺവീലിൻ്റെ കൂടെ ആവശ്യമുണ്ട്. ഇപ്പം വരാവേ. ഓക്കെ, ആവശ്യമുള്ള ബോൺവീൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഓക്ക് സാപ്ലിങ്സ് ഓഫ് ഹാൻഡിൽ വെച്ചിട്ട് ഇവിടെ വന്നിട്ട് അങ്ങ് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം വരുന്ന മരത്തെ എല്ലാം അങ്ങോട്ടങ്ങ് പുഷ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്ത് ഞാൻ നേരത്തെ മുറിച്ച സ്ഥലത്ത് വന്ന് അങ്ങനെ നിറഞ്ഞിരിക്കുക. എന്നിട്ട് അവിടെ നിറഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഓഫാകും. എന്നിട്ട് സാപ്ലിംഗ് എല്ലാം തീർന്ന് കഴിയുമ്പോൾ ഇവിടെ വരിക. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങനെ വെട്ടി മുറിക്കുക. അത്ര തന്നെ. ഇതിൻ്റെ ആവശ്യമെന്ന് വെച്ചാൽ വലിയ ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ പണിയും. ഇതൊക്കെ രസമല്ലേ. സോ അപ്പോൾ അവിടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ നമുക്ക് ഇനി അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. സീ യു. ഗുഡ് ബൈ.